ഹലോ കൂട്ടുകാരെ. ഇതുണ്ട് ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ട അങ്ങ് ഗ്ലൂമി ആയിട്ട് കൈയൊക്കെ താടിക്ക് കൊടുത്തതാണ്ട് വിഷമിച്ചിരിക്കുന്നത് പോലെ. എന്താ പറ്റി? ഇതുകൊണ്ടുണ്ടോ ആ അമീക്ഷയും ആ നമ്മുടെ ആരിഷും ഒക്കെ ഇരിക്കുന്നത് വളരെ വിഷമത്തോടു കൂടിയാ. എന്തുവാ നാളെ പരീക്ഷയാണെന്നോ? എനിക്കറിയാം എല്ലാവരും അങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരുടെയും പരീക്ഷ അടുത്ത് വരുന്നു. ഈ പരീക്ഷയുടെ ഭയങ്കര ടെൻഷനുണ്ടോ? നാളെ ഏത് വിഷയമാ? ഓ മാത്സാ. പേടിക്കണ്ട മക്കളെ, അച്ഛനങ്ങൾ പ്രാർത്ഥിച്ചോളാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നന്നായി പഠിക്കണം. നമ്മൾ 6 ദിവസം സ്കൂളിൽ ചിലവിടുമ്പോൾ അരമണിക്കൂറാണ് നമ്മൾ ബട്ടർഫ്ലൈസിന് മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലെ കാര്യം പഠിക്കുന്നു അതേ ഉത്സാഹത്തോടു കൂടെ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, പാട്ട് പാടണം. അങ്ങനെ ക്രിസ്തുവിൽ വളരുന്ന കുഞ്ഞുങ്ങളായിത്തീരണം. ക്രിസ്തു എന്ന തലയോളം വളരാൻ പറ്റണം. ക്രിസ്തു എന്ന വിഷയത്തിൽ പ്രാഗൽഭ്യം നേടുന്ന കുഞ്ഞുങ്ങളായിത്തീരണം. യേശുവിനെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ, ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പാട്ട് പാടാം, ബൈബിൾ ലെസൺസ് കേൾക്കാം. നമ്മുടെ ആദ്യത്തെ സെഗ്മെൻറ്റ് ഓർമ്മയുണ്ടോ? യെസ്, ഒന്നായി പാടാം. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പാട്ട് പഠിച്ചല്ലേ? ഇഷ്ടപ്പെട്ടായിരുന്നോ? മറ്റുള്ളവരൊക്കെ പഠിപ്പിച്ചെന്ന് തോന്നുന്നു ചിലരൊക്കെ അല്ലേ? ചിലരൊക്കെ സ്കൂളിലോ വീട്ടിലോ സൺഡേ സ്കൂളിലോ ഒക്കെ പോയി ഇത് പാടിയെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. നമുക്കെന്നാൽ പിന്നെ അതേ രീതിയിൽ പുതിയൊരു പാട്ട് കൂടെ പഠിച്ചാലോ? ഒരു നല്ല അടിപൊളി പാട്ട്. റെഡി? ഇത്തവണ പാട്ട് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു. അങ്ങോട്ട് പോയപ്പം ചിലരൊക്കെ നിങ്ങളെ തടഞ്ഞു. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു പോയി അവിടോട്ട് മാറി നിൽക്കാൻ. വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോഴാണ് ഈ കൊച്ചു പിള്ളേർ വരുന്നത്. ഓർമ്മയുണ്ടോ ഏത് സംഭവമാണെന്ന്? അപ്പോൾ യേശു എന്ന് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. അല്ലേ? ബൈബിളിലൊരു പോർഷനിലുണ്ട്. നിങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പോർഷനാണ് അല്ലേ? ഈ വാക്യവും എല്ലാവർക്കും അറിയാം. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. ഏതാണ്ട് ഇവർക്കുള്ളതാണെന്ന് പറയുന്നതിൽ എന്തോ അത് സ്വർഗ രാജ്യം, അതിന് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് ഇതിനെ പറ്റിയാണ്. കുറേ കുട്ടികൾ വരുന്നു. അവർ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ നോക്കുമ്പോൾ ആൾക്കാർ തടഞ്ഞു. എന്തിനാ? ഇവർ ചെറിയ പിള്ളേരല്ലേ, കൊള്ളത്തില്ലെന്ന് വിചാരിച്ച് മാറ്റിയിരുത്താൻ നോക്കി. പക്ഷേ യേശു പറഞ്ഞു എല്ലാവരും ഇങ്ങ് പോര്, ഇവരെ പോലുള്ളവർക്കാണ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്നാൽ പിന്നെ നമുക്ക് ആ പാട്ടൊന്ന് പഠിക്കാം. ആദ്യം ഞാൻ ആ പാട്ടൊന്ന് പാടിത്തരാം. ശരി, എന്നാൽ നമുക്ക് തുടങ്ങാം. Hey, na 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 na. Can you see him? Na 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 na. Can you hear him? Na 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 na. Can you love Jesus Christ? Na 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 na. We can see him. Na 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 na. We can hear him. Na 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 na. We can love Jesus Christ. 'Cause when everybody said that we should leave, he let us all come near him and said, the kingdom of God belongs to people like us. Yeah, the kingdom of God belongs to people like us. ഇത്രയേ ഉള്ളൂ പാട്ട്. വളരെ സിമ്പിൾ ഒരു പാട്ട് അല്ലേ? നാ 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 നാ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ പാട്ട് തുടങ്ങാൻ വേണ്ടി ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഇടുന്നൊരു സാധനമാണ്. നമുക്ക് ആ സംഗതി മാത്രം ഒന്ന് കൂടെ പാടാം. നാ 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 നാ. ഒന്ന് പാടിക്കേ. അതന്നെ, ഒന്നുകൂടെ. നാ 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 നാ. വെരി ഗുഡ്. വീണ്ടും നാ 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 നാ. ഓൾ റൈറ്റ്. എന്നിട്ടുള്ള ലൈൻ എന്താണ്? ക്യാൻ യു സീ ഹിം. ഒന്ന് പാടിക്കേ. ഗുഡ്. അടുത്ത ലൈനിൽ ഇതുപോലെ തന്നെ നാനാ നാനാ പറഞ്ഞിട്ട് എന്താണ്? ക്യാൻ യു ഹിയർ ഹിം. അത് നമുക്കൊന്നുകൂടെ പാടാം. നാനാ 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 നാനാ. അത് തന്നെ, ക്യാൻ യു ഹിയർ ഹിം. ഗുഡ്. അതും പഠിച്ചല്ലോ. നിങ്ങളൊക്കെ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള പിള്ളേരാണെന്ന് മനസ്സിലായി. വളരെ പെട്ടെന്ന് ലൈൻ പറയുന്നു, പാടി പഠിക്കുന്നു. വെരി ഗുഡ്. അടുത്ത ലൈനിൽ എന്താണ്? നാനാ നാനാ കഴിഞ്ഞിട്ട്
Can you love Jesus Christ? ഒന്ന് പാടിക്കേ. ഗുഡ്. അപ്പോൾ ഈ 3 ലൈൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാം. ബാക്കി അതിൻ്റെ പുറകെ. Ready, 1, 2, 3, 4. Na 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 na. Can you see him? Na 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 na. Can you hear him? Na 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 na. Can you love Jesus Christ? കൊള്ളാം. എല്ലാവരും വളരെ നന്നായിട്ട് പാടി തുടങ്ങി. ഇനിയും അതിൻ്റെ അടുത്ത ലൈനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത്. അടുത്ത ലൈനല്ല, അടുത്ത 3 ലൈൻ കഴിഞ്ഞിട്ടുള്ള ലൈൻ. അടുത്ത 3 ലൈനിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യമെല്ലാം നാന ക്യാൻ യു ആയിരുന്നു അല്ലേ, ചോദ്യമായിരുന്നു. ഇനി അതിന് ഉത്തരമാണ്. വി ക്യാൻ സീ ഹിം. ഒരുമിച്ച് പാടാം, അത്ര ഒരു ഡിഫറൻസേ ഉള്ളൂ. ക്യാൻ യു മാറി വി ക്യാൻ ആവുന്നു. നമുക്ക് ഒരുമിച്ച് അതങ്ങോട്ട് പാടി നോക്കാം. 1, 2, 3, 4. Na 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 na. We can see him. Na 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 na. We can hear him. Na 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 na. We can love Jesus Christ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാനും കേൾക്കാനും സ്നേഹിക്കാനും പറ്റുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റിനെ എന്നെനിക്ക് പിടികിട്ടി. നിങ്ങൾ ഇത്രയും നന്നായിട്ട് പാടുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലായി. സോ അതിൻ്റെ അടുത്ത പോർഷൻ ഇച്ചിരി ലെങ്തിയാണ്. Cause when everybody said that. ഒന്ന് പാടി നോക്കിക്കേ. Cause, ബിക്കോസിൻ്റെ ഷോർട്ട് ഫോം എല്ലായിടത്തും ഉണ്ടല്ലോ. കോസ് പലയിടത്തും പല പാട്ടുകളും നമ്മൾ പഠിക്കാറുള്ള കോസ്. Cause when everybody said that. ഒന്ന് പാടി നോക്കിയേ. ഗുഡ്. We should leave. He let us all come. Yeah, good. എന്നിട്ട് near him and said. ആഹാ, മിടുക്കന്മാരാണല്ലോ. ആ പോർഷൻ 2 ലൈൻ ഒന്നുകൂടെ നമുക്കൊന്ന് പാടി നോക്കാം. ഒരുമിച്ച് പാടാമേ. 1, 2, 3. Cause when everybody said that we should leave, he let us all come near him and said, the kingdom of God belongs to people like us. Yeah, the kingdom of God belongs to people like us. ഇത്രയേ ഉള്ളൂ. പാട്ട് മുഴുവൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചെറിയൊരു ആക്ഷൻ പരിപാടി ഉണ്ട്. നമുക്ക് യൂഷ്വലായിട്ട് ഇങ്ങനെയുള്ള ചെറിയ പാട്ടുകൾക്ക് ആക്ഷൻ ഇല്ലാതെ പോകുന്ന ഒരു മോശം പരിപാടി അല്ലേ. നമുക്ക് ആക്ഷനോടെ പഠിച്ച് കളയാം. നാനായ്ക്ക് നമ്മൾ കൈകളെ ഇങ്ങനെ നൂർത്ത് വെക്കുന്നു. നിങ്ങൾ എന്നെ ചെയ്യാറില്ല ഇങ്ങനെ ഇവിടെ കിട്ടി. മേളിൽ നിന്ന് താഴോട്ട് നമ്മൾ നാന. ക്യാൻ യു സീ ഹിം. ഒന്ന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണിക്കാമല്ല. നിങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് നെന്നിച്ച് നിന്നേ എല്ലാവരും ഒന്ന്. എല്ലാവർക്കും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. കൈ പൊക്കൂ, നേരെ വെക്കൂ. യെസ്, ലെറ്റ് സ്റ്റാർട്ട്. 1, 2, 3, 4. നാന. ക്യാൻ യു സീ ഹിം. നാന. അപ്പൊ ഹിയർ എങ്ങനെയാ? ചെവി കാണിച്ചാൽ മതി. സീ ചെവി അല്ലേ. സീ ഹിം, ഹിയർ ഹിം അല്ലേ. ഒന്നുകൂടെ അത് രണ്ടും കൂടെ. 1, 2, 3, 4. നാന. ക്യാൻ യു സീ ഹിം. നാന. ക്യാൻ യു ഹിയർ ഹിം. അടുത്തെന്താണ്? ക്യാൻ യു ലവ് ഹിം. സാധാരണ ലവിന് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കും അല്ലേ. അത് തന്നെ മതി. നാന. ക്യാൻ യു ലവ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ക്രൂശിൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമായി നമുക്ക് വേണ്ടി മരിച്ചു അല്ലേ എന്ന് പറയുന്ന സിമ്പൽ കുരിശ് തന്നെ കാണിക്കാം അല്ലേ. നാന. ക്യാൻ യു ലവ് ജീസസ് ക്രൈസ്റ്റ്. ഇത്രയും പിടി കിട്ടി. ഇനിയും we can see him, we can hear him. ഇതിൻ്റെ അകത്ത് ഒരു ഡിഫറൻസേ ഉള്ളൂ. നാന. we can, 2 കൈയും മറ്റേ 1 കൈ ഉള്ളായിരുന്നു അല്ലേ. we can see him. നാന. we can hear him. ഹിയർ ഇങ്ങനെ അങ്ങ് കൊടുത്തോണം. എന്ത് തല ഇങ്ങനെ ആട്ടിക്കണം. we can hear him. പിന്നെ നാന. we can love Jesus Christ. അത്രയും റെഡിയായി. പിന്നെ Because when everybody said, എല്ലാവരും ഇങ്ങനെ കാണിച്ചു ചുറ്റുമുള്ളവരെല്ലാം അല്ലേ. എല്ലാവരും പറഞ്ഞു നമ്മളെ അടുത്ത് വരുത്താൻ കൊള്ളത്തില്ലെന്ന് അല്ലേ. Because when everybody said that we should leave, ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ചാട്ടം കൊടുത്തോണം. റൈറ്റ്. we should leave, he let us all come near him and said. അപ്പോൾ ചാടിയിട്ട് തിരിച്ചു വരണം നമ്മൾ നടുക്കോട്ട്. he let us all come near him and said. കൊള്ളാം. ഇനി കിങ്ഡം ഓഫ് ഗോഡ് നമ്മൾ എവിടെ പോകും? ഇവിടെ തന്നെ നിന്നാൽ മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേലോട്ട് പോകാം. The kingdom of God belongs to people like us. എല്ലാവരും കിങ്ഡം ഓഫ് ഒന്ന് കാണിച്ചേ. The kingdom of God belongs to people like us. വെരി ഗുഡ്. നിങ്ങൾ ഞാൻ വിചാരിച്ചതിലും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് പിടികിട്ടി. കൊള്ളാം. എന്നാൽ പിന്നെ നമുക്ക് മ്യൂസിക് ഇട്ട് ആക്ഷൻ ആൻഡ് സോങ് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. Are you ready? So let's start. Hey, na. Can you see him? Na. Can you hear him? Na.
can love Jesus Christ. Hey, na 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 na. We can see him, na 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 na. We can hear him, na 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 na. We can love Jesus Christ. 'Cause when everybody said that we should leave, he let us all come near him and said, the kingdom of God belongs to people like us. Yeah, the kingdom of God belongs to people like us. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾക്ക് എൻ്റെ വക നല്ലൊരു കൈയടി സമ്മാനമായി ഇപ്പോൾ അങ്ങോട്ടിട്ട് തരുന്നു. വണ്ടർഫുൾ പെർഫോമൻസ്. നിങ്ങളെല്ലാവരും നല്ലതായിട്ട് ആക്ഷൻ കളിക്കുകയും നന്നായി പാട്ട് പഠിക്കുകയും ചിലരൊക്കെ എങ്കിലും നന്നായി ബൈബിൾ വായിച്ച് കഥകളൊക്കെ മനസ്സിലാക്കുകയും മെസ്സേജസ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്തായിരുന്നു? ദ കിങ്ഡം ഓഫ് ഗോഡ്, അതായത് ദൈവരാജ്യം ആരെപ്പോലുള്ളവർക്കാ? നിങ്ങളെപ്പോലുള്ളവർക്കാണോ? അതോ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് ചിലപ്പം നമ്മളത് മോശപ്പെടുത്താറുണ്ടല്ലേ, നമുക്ക് കിട്ടാതെ പോകാറുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില ചെറിയ ചെറിയ കള്ളങ്ങൾ പറയാറുണ്ട്, ചില ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കിട്ടാറുണ്ട്, ചെറിയ ചെറിയ കുശുമ്പുകളൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതുക്കെ 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 പ്രാർത്ഥനയിലൂടെയും ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെയും യേശു ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ വരുന്നതിലൂടെയും നമുക്കിതൊക്കെ മാറ്റിയെടുക്കണം അല്ലേ. എന്നാൽ പിന്നെ ഓൺ ദാറ്റ് ഹാപ്പി നോട്ട് എല്ലാവർക്കും നല്ലൊരു കിങ്ഡം ഓഫ് ഗോഡ് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നല്ലൊരു പാട്ടുമായിട്ട് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ഓക്കെ ഗൈസ്, താങ്ക് യു വെരി മച്ച്. ബൈ. പാട്ട് പഠിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് സ്വപ്നം കാണാറുണ്ട്? കാണാറുണ്ടോ? എന്താ സ്വപ്നം കാണുന്നത്? ഓ, ഇടിക്കുന്നു, അടിയുണ്ടാക്കുന്നു. യേശു അപ്പച്ചനെ സ്വപ്നം കാണുന്ന എത്ര പേരുണ്ട്? യേശു അപ്പച്ചൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് ഏദൻ തോട്ടത്തിൽ കൂടെ ഉലാത്തുന്ന സ്വപ്നം കാണുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, യേശുവിനോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ലഭ്യമാകുന്ന സന്തോഷം, യേശു ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ ലഭ്യമാകുന്ന കൂട്ടായ്മ, ആ കരുതൽ ആരുടെ കൂടെയും കിട്ടത്തില്ല. എത്ര സ്വപ്നം കണ്ടാലും പറ്റത്തില്ല. എന്നാൽ ദൈവത്തോടുകൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് പാട്ടിൽ കൂടെ, കഥയിലൂടെയൊക്കെയാണ്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് യാത്ര ചെയ്യാം. ഏതെന്നറിയാമോ? അച്ചാച്ചൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഏത് സെഗ്മെൻറ്റാ? മറന്നുപോയോ? കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് പൊക്കം കുറവാണോ? അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? എന്നാൽ നമ്മുടെ ബൈബിളിൽ ഒരു കുള്ളനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സക്കായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയൊരു ചെറിയ കഥ നമുക്ക് പഠിച്ചാലോ? ഒരിക്കൽ യേശു കർത്താവ് എരിഹോവിലേക്ക് നടന്ന് വരികയായിരുന്നു. അപ്പോൾ ഈ സക്കായി എന്ന വ്യക്തി ആ നാട്ടിലൊരു വലിയ ചുങ്കക്കാരനായിരുന്നു. എന്താണ് ചുങ്കക്കാരനെന്ന് പറഞ്ഞാൽ? അവിടെയുള്ള ആൾക്കാരിൽ നിന്നും അന്യായമായും ഒക്കെ കാശും മറ്റും വാങ്ങി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഒരു ചെറിയ ജോലിയായിരുന്നു ഈ സക്കായിക്കുള്ളത്. അങ്ങനെ കുറേ തെറ്റുകളെല്ലാം ഈ സക്കായി ചെയ്യുമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് വരുന്ന കണ്ട് ഇതാരാണ്, അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി സക്കായിക്കൊരു ചെറിയ ആഗ്രഹം. പക്ഷെ ഒരു ചെറിയ വിഷമമുണ്ട്. സക്കായിക്ക് പൊക്കം കുറവായിരുന്നു. എരിഹോയിലെ കർത്താവ് ഇങ്ങനെ കടന്നു വരുമ്പോൾ യേശുപ്പച്ചനെ കാണാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലേ. യേശുപ്പച്ചൻ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ വരും. അപ്പോൾ ഈ പൊക്കം കുറഞ്ഞ നമ്മുടെ സക്കായി അത് അടുത്തോട്ട് വന്നപ്പോൾ യേശു അപ്പച്ചനെ കാണാനേ കഴിയുന്നില്ല. അതിവിടെ എല്ലാം ഇടയ്ക്കെല്ലാം നടന്നു നോക്കി. പക്ഷേ പൊക്കം കുറവായിരുന്നതിനാൽ യേശു അപ്പച്ചനെ കാണാൻ കഴിഞ്ഞില്ല. സങ്കടത്തോടെ സക്കായി അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സക്കായിക്ക് ഒരു ബുദ്ധി തോന്നി. സക്കായി അവിടെ എല്ലാം നോക്കി നടന്നപ്പോൾ ഒരു വലിയ കാട്ടത്തി മരം കണ്ടു. വലിയ മരം എന്ന് പറഞ്ഞാൽ നല്ല പൊക്കമുള്ള മരമാണ് കേട്ടോ. അപ്പം അതിന് മുകളിൽ വലിഞ്ഞു കയറുവാൻ സക്കായി തീരുമാനിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ യേശു കർത്താവ് നടന്നു വരുന്നത് കണ്ട് ഇതിൻ്റെ മുകളിലേക്ക്, ഈ കാട്ടത്തെ മരത്തിന് മുകളിലേക്ക് പതിയെ വലിഞ്ഞ് സക്കായി കയറി.
കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം സക്കായി ചേട്ടൻ ഇതിൻ്റെ മുകളിലെത്തി. ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ സക്കായി ചേട്ടന് ഭയങ്കര സന്തോഷമായി. എന്താ? നമ്മുടെ യേശു കർത്താവ് നടന്നു വരുന്നതും യേശു അപ്പച്ചനെ കാണുവാനുള്ള അവസരം നമ്മുടെ സക്കായി ചേട്ടന് ലഭിച്ചു. സക്കായി ചേട്ടൻ നോക്കിയപ്പോൾ യേശു അപ്പച്ചൻ ഇങ്ങനെ പതിയെ നടന്നു വന്ന് ഈ കാട്ടത്തെ മരത്തിന് മുന്നിലങ്ങ് നിന്നു. അപ്പോൾ സക്കായി ചേട്ടൻ ഒന്നുകൂടെ സന്തോഷമായി. എന്താ? നമ്മുടെ യേശു അപ്പച്ചനെ നല്ലപോലെ സക്കായി ചേട്ടൻ എൻ്റെ മുകളിലിരുന്ന് കാണാൻ കഴിഞ്ഞല്ലേ? അപ്പോൾ ആ യേശു അപ്പച്ചൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ സക്കായി ഇങ്ങനെ മരത്തിന് മുകളിൽ ഇരിക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ യേശു അപ്പച്ചൻ ഉടനെ വിളിച്ചു, സക്കായി, നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു എന്ന് പറഞ്ഞു. സക്കായി ചേട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ, എൻ്റെ വീട്ടിലോ? ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ എങ്ങനെ യേശു വരും? ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യുന്നതാണല്ലോ. അവിടെ കൂടിയ ജനങ്ങളെല്ലാം നോക്കിയപ്പോൾ അവരും അത് തന്നെ ആലോചിച്ചു. ചുങ്കക്കാരനായ സക്കായുടെ വീട്ടിൽ യേശു കർത്താവോ? ഒരിക്കലും സംഭവിക്കില്ല. യേശു അപ്പച്ചൻ ആള് മാറിപ്പോയതായിരിക്കുമെന്ന് ജനങ്ങളെല്ലാം വിചാരിച്ചു. പക്ഷേ യേശു വീണ്ടും വിളിച്ചു, സക്കായി, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു എന്ന് വിളിച്ചു. സക്കായി പേടിച്ച് ആ കാട്ടത്തെ മരത്തിൽ നിന്ന് പതിയെ ഇറങ്ങി വന്നു. പതിയെ ഇറങ്ങി യേശു അപ്പച്ചനെ കൂട്ടി സക്കായി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയ ഉടനെ അവിടെ വലിയ അത്ഭുതം സംഭവിച്ചു. നമ്മുടെ സക്കായി ചേട്ടൻ മാനസാന്തരപ്പെട്ടു. എന്താ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ? സക്കായി ചേട്ടൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? അവിടെയുള്ള ജനങ്ങളിൽ നിന്നും അന്യായമായി കാശും എല്ലാം വാങ്ങിച്ച് ഗവൺമെൻറ്റിൽ അടയ്ക്കുന്ന ജോലിയായിരുന്നു സക്കായി ചേട്ടനുള്ളത്. അപ്പോൾ ഇങ്ങനെ അന്യായമായി വെച്ച കാശെല്ലാം ഈ സക്കായി ചേട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ കാശെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചത് തെറ്റാണെന്ന് നമ്മുടെ സക്കായി ചേട്ടന് മനസ്സിലായി. അങ്ങനെ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സക്കായി ചേട്ടൻ യേശു അപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള സ്വത്ത് എല്ലാം ഞാൻ അന്യായമായി പിടിച്ചതാ. ഒന്നും ഞാൻ നേർവഴിക്ക് കണ്ടെത്തിയതല്ല. എല്ലാം ഞാൻ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും അന്യായമായി അവർ ചെയ്ത ജോലികളിൽ നിന്നും എല്ലാം ചെറിയ ചെറിയ എമൗണ്ട് എല്ലാം തട്ടിപ്പറിച്ച് ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ എൻ്റെ ജനങ്ങൾക്ക് കൊടുക്കാം. അന്യായമായി പിടിച്ചു വെച്ചതെല്ലാം 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്ന് സക്കായി ചേട്ടൻ യേശു കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ യേശു കർത്താവ് സക്കായി ചേട്ടനെ അനുഗ്രഹിച്ചു. എന്തുകൊണ്ട് സക്കായി ചേട്ടനെ അനുഗ്രഹിച്ചത്? കാരണം യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ സക്കായി ചേട്ടന് വലിയ മാനസാന്തരമുണ്ടായി. സക്കായി ചേട്ടന് തൻ്റെ തെറ്റ് മനസ്സിലായി. യേശു കർത്താവ് അപ്പോൾ എന്ത് ചെയ്തു? തിരുത്തുവാനുള്ളൊരു അവസരം കൊടുത്തു അല്ലേ? നമുക്കും ഇതുപോലെ അവസരങ്ങളൊക്കെ കിട്ടും. എങ്ങനെയാ? നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ കർത്താവിനോട് ഏറ്റു പറയുകയാണെങ്കിൽ, കർത്താവേ, ഞാൻ ഈ തെറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഒരു മോശ പ്രവൃത്തി ചെയ്തു, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വഴക്ക് പറഞ്ഞു, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അനുസരണക്കേട് കാണിച്ചു, ഇതെല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. ക്ഷമിച്ചിട്ട് അത് മാത്രമാണോ? അത് തിരുത്തുവാനുള്ള വലിയ അവസരം തരും. മാതാപിതാക്കളോ അനുസരണക്കേട് കാണിച്ചാൽ അത് തിരുത്തുവാനുള്ള അവസരവും നമ്മുടെ യേശു കർത്താവ് തരും. കൂട്ടുകാരനുമായി വഴക്കുണ്ടാക്കിയാലോ അവരുടെ പിണക്കം മാറ്റാനുള്ള അവസരം യേശു അപ്പച്ചൻ തരും. ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം യേശു അപ്പച്ചൻ തരും. അപ്പോൾ ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? നമ്മളുടെ തെറ്റുകളെല്ലാം യേശു അപ്പച്ചനോട് ഏറ്റു പറഞ്ഞാൽ യേശു അപ്പച്ചൻ നമ്മളോട് ക്ഷമിക്കുകയും നമുക്കത് തിരുത്തുവാനുള്ള ഒരു ചെറിയ അവസരം നമുക്ക് തരികയും ചെയ്യും. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങളുടെ കൂട്ടുകാരോടും ഒക്കെ പോയി പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓ, ചിലർക്ക് ഇന്നങ്ങ് വിഷമമാണ്, ഞാൻ ചെറുതായിപ്പോയി. ചിലർക്ക് വിഷമമാണ്, ഞാനങ്ങ് ഭയങ്കര വലുതായിപ്പോയി, നീളം കൂടിപ്പോയി. ചിലർക്ക് വിഷമമാണ്, കറുത്തുപോയി, വെളുത്തുപോയി, നീളം കൂടിപ്പോയി, കുറഞ്ഞു പോയി, വണ്ണം കൂടിപ്പോയി, കുറഞ്ഞു പോയി. ഇവിടെ സക്കായി ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നെന്നാണ് പറഞ്ഞത് അല്ലയോ? പക്ഷെങ്കിൽ അവന് വലിയൊരു ആഗ്രഹം, യേശുവിനെ കാണണം. എവിടാ കയറിയത്? കാട്ടത്തി വൃക്ഷത്തിൽ കയറി. ഇറങ്ങി വന്നപ്പോൾ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. കുഞ്ഞുങ്ങളെ, യേശുവിനെ കാണുന്നതിന് മുമ്പേ ഉള്ള ഒരു സക്കായി അല്ല യേശുവിനെ കണ്ടപ്പോഴുള്ള സക്കായി. കർത്താവ് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വരിക, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടവനാകുന്നു. ഓ, സക്കായിയുടെ വീട്ടിൽ ക്രിസ്തു പാർക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വീട്ടിലും ക്രിസ്തു പാർക്കാൻ റെഡിയാ. പക്ഷെങ്കിൽ ഒരു മനസ്സുമാണ്, എനിക്ക് കർത്താവിനെ കാണണം. അതിന് മനസ്സുണ്ടോ?
അങ്ങനെ മനസ്സുള്ള കുഞ്ഞുങ്ങളായി, യേശുവിനോടുകൂടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി, യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന കുഞ്ഞുങ്ങളായി തീരാൻ അവിടുന്ന് ഇടയാക്കട്ടെ. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, കേൾക്കാം, അനുസരിക്കാം. നീ എന്തിനാ ടിങ്കു ഇങ്ങനെ വെറുതെ അങ്ങ് ചിരിക്കുന്നത്? അതോ, നീ കാര്യം പറ എന്തോ കാര്യം? അതെ, എന്താണ് ഞാൻ പറയട്ടെ? പറ നീ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അതെ, ഇന്നലെ എന്റെ ക്ലാസ്സിൽ വിക്കു ഉണ്ടല്ലോ, വിക്കു. ആ, അതാരാ? നിന്റെ ഫ്രണ്ട് അല്ലേ വിക്കു? യെസ്. എന്തു പറ്റി അവന്? അവൻ ഇന്നലെ ക്ലാസ്സിൽ അതെ, കൂട്ടുകാരൻ വീഴുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത് ശരിയാണോ കൂട്ടുകാരാ? ഈ ആറ്റിറ്റ്യൂഡിന് പറയുന്നൊരു പേരുണ്ട്. ഇത് ശരിയായ ആറ്റിറ്റ്യൂഡല്ല. ഇത് നിന്റെ മനോഭാവം ശരിയല്ല, മാറ്റണം. എന്തോ മാറ്റാനാണെന്ന്. അത് മാറ്റിയേ പറ്റൂ. ഞാൻ നിന്റെ 2 ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ പരിചയപ്പെടുത്താം. ഓക്കെ, ആ കൂട്ടുകാർക്കൂടെ പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാണ് 2 മനോഭാവങ്ങളെന്ന് ഞാൻ പറയട്ടെ? ഇംഗ്ലീഷിൽ പറയാം ആദ്യം. ഓക്കെ, ഇംഗ്ലീഷിൽ പറയാം. ഒന്നാമത്തെ മനോഭാവമാണ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ്. എന്താ ആറ്റിറ്റ്യൂഡാന്നാ പറഞ്ഞേ? എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് ഒന്ന് പറഞ്ഞേ. ആറ്റിറ്റ്യൂഡ്. ഓക്കെ. രണ്ടാമത്തെയാണ് സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ്. എന്താണ് സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ്? ഓക്കെ, നീ പറ, സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡാണോ എംപതറ്റിക് ആറ്റിറ്റ്യൂഡാണോ നല്ലത്? ഞാൻ കേട്ടിട്ടുള്ള വാക്ക് സിമ്പതറ്റിക് എന്നാണ്, അതുകൊണ്ട് അതായിരിക്കും നല്ലത്. നീ അത് കേട്ടത് കൊണ്ട് അതായിരിക്കും നല്ലത്. എമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റുമ്പം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കത്തില്ലേ, എന്നെ ആരെങ്കിലും എടുക്കണം. ഇപ്പം നിൻ്റെ കൂട്ടുകാരൻ വീണപ്പം അവൻ ആഗ്രഹിച്ചില്ലേ അവനെ ആരെങ്കിലും എടുക്കാൻ വരണമെന്നോ, അവനെ ടേക്ക് കെയർ ചെയ്യണമെന്നോ? അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ്. മലയാളത്തിൽ പറയുന്നത് സമാനുഭൂതി എന്ന് പറയും. എന്താണ് സമാനുഭൂതി? കൂട്ടുകാരാ, അത് ഒരു ആറ്റിറ്റ്യൂഡ്. ഇനി സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? അത് നമ്മൾ ഈ ആരെങ്കിലും വീഴുമ്പോഴോ, ഇപ്പം നിൻ്റെ കൂട്ടുകാരൻ വീണില്ലേ, വീഴുമ്പോൾ ആ കൂട്ടുകാരനെ നോക്കി പറയുക, അയ്യോ കഷ്ടം, പാവം, അങ്ങനെയൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡിന് പറയുന്ന പേരാണ് സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ്. സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡാണോ എംപതറ്റിക് ആറ്റിറ്റ്യൂഡാണോ നല്ലത്? നിങ്ങൾ പറ കൂട്ടുകാരെ. ഇവന് മനസ്സിലായി എംപതറ്റിക് ആറ്റിറ്റ്യൂഡാണ്. കാരണം മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ ഇടപെടുന്നതിനെയാണ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സമാനുഭൂതി, ഞാൻ എന്താഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡാണ് എംപതറ്റിക് ആറ്റിറ്റ്യൂഡ്. ഓക്കെ. സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണ്. അയ്യോ കഷ്ടം, പാവം, അങ്ങനെ പറ്റിയല്ലോ, അങ്ങനൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡാണ് സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല എന്നാണ് ഇവൻ പറയുന്നത്. ചിലർ പറയും അങ്ങനെ പറയുന്നതാണ് നല്ലതെന്ന് പറയും. കൂട്ടുകാരെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഗുണം പറ്റിയോ? ഒരു ഗുണവും പറ്റിയില്ല. മറ്റുള്ള വേദനകളെ ശമിപ്പിക്കാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. ഓക്കെ, പറ്റിയില്ല. ഇവനെല്ലാം അറിയാം. അതുകൊണ്ട് ഫ്രണ്ട്സ്, നമുക്ക് വേണ്ടത് സിമ്പതിയേക്കാളും കൂടുതൽ എമ്പതിയാണ്. മറ്റുള്ളവരുടെ വേദനയെ കരുതുന്ന, സ്നേഹിക്കുന്ന നല്ല മനോഭാവത്തിന് ഉടമകളായി നമുക്ക് തീരാം. അങ്ങനെ കൂട്ടുകാരാ, നീ പറ, നീ ഇന്നലെ ആ കൂട്ടുകാരൻ വീണത് ചിരിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. സോറി ചേട്ടാ, ഞാൻ ചിരിക്കത്തില്ല. ഓക്കെ, ഇവൻ ഇനി ചിരിക്കത്തില്ല. നിങ്ങളും അങ്ങനെ ആകരുതേ കൂട്ടുകാരെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നാച്ചാച്ചൻ പറഞ്ഞ ലെസൺസ് ആരെങ്കിലും ശ്രദ്ധിച്ചോ? 2 ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞത്, സിമ്പത്തറ്റിക്, എംപത്തറ്റിക്. ഇതിന് നമുക്ക് ഏത് ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്? നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുക. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പം പറയും അതല്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഏത് ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്? സിമ്പത്തറ്റിക് ആണോ എംപത്തറ്റിക് ആണോ? നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം, പാടാം.
നേടാം. നിങ്ങൾക്കും ആഗ്രഹമില്ലയോ നിങ്ങളുടെ പാട്ടും ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യണമെന്ന്? അങ്ങനെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് നന്നായി കാണാപ്പാഠം പഠിച്ച് മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് റെക്കോർഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അടുത്ത ആഴ്ച നിങ്ങളുടെ പാട്ടായിരിക്കാം പാടാം നേടാം എന്ന പ്രോഗ്രാമിൽ കാണാൻ സാധിക്കുന്നത്. ടിൽ ദെൻ ടാറ്റാ.